Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്ര സംഭവമാണ് ഈ ഉയിർപ്പ് ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുന്നത്. മരിച്ചവരിൽ നിന്ന് ദൈവപുത്രനായ ഈശോ സത്യമായും ഉയിർത്തെഴുന്നേറ്റു. അവിടുത്തെ സംസ്കരിച്ച കല്ലറ ശൂന്യമായിരുന്നു. ആരെയാണോ ഈ കല്ലറയില് പൂട്ടി സൂക്ഷിക്കുവാൻ യഹൂദ നേതൃത്വം ആഗ്രഹിച്ചത്, അവൻ സത്യമായും ഉത്ഥാനം ചെയ്യുകയും താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക്, സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഈശോയുടെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശില. അവിടുന്ന് ഉത്ഥാനം ചെയ്തിട്ടില്ല എങ്കിൽ സ്ലീഹ പറയുന്നത് പോലെ, പൗലോസ്ലീഹ പറയുന്നത് പോലെ, സ്ലീഹന്മാരുടെ പ്രഘോഷണം വ്യർത്ഥമാണ്, നമ്മുടെ വിശ്വാസവും നിരർത്ഥകമാണ്. സ്ലീഹന്മാർ പ്രഘോഷിച്ചത് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ഈശോയെയാണ്. ഇന്നും ജീവിക്കുന്ന ഈശോയെ തന്നെയാണ് സ്ലീഹന്മാർ പ്രഘോഷിച്ചത്. അവൻ നിത്യം ജീവിക്കുന്നു, അവൻ ഇന്നും ജീവിക്കുന്നു, സഭയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്ഥാന ദിവസത്തിന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കുക. ഈശോയുടെ ഉത്ഥാനം ആദിമസഭയിൽ ആഘോഷിച്ചിരുന്നത്, പെസഹ ആഘോഷിച്ചിരുന്ന യഹൂദരുടെ ആദ്യ മാസത്തിലെ 14-ാം തീയതി, നീസാൻ മാസം 14-ാം തീയതി തന്നെയായിരുന്നു. ഈ നീസാൻ മാസം 14-ാം തീയതി പൂർണ്ണ ചന്ദ്രന്റെ ദിവസമാണ്. അതായത് 24 മണിക്കൂറും പ്രകാശമുള്ള ദിവസം, രാവും പകലും പ്രകാശമുള്ള ദിവസം. ഈ പ്രകാശത്തിന്റെ ദിവസം തന്നെയായിരുന്നു യഹൂദർ അവരുടെ വിമോചനത്തിന്റെ തിരുനാള്, പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. ഈ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം വിമോചിക്കപ്പെടുന്നതിന്റെ അനുഭവമായിരുന്നു, ഓർമ്മയായിരുന്നു, അനുസ്മരണമായിരുന്നു അവരെ സംബന്ധിച്ച് പെസഹയെങ്കിൽ മനുഷ്യവർഗത്തെ അടിമപ്പെടുത്തിയിരുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും ബന്ധനത്തിൽ നിന്ന് ദൈവപുത്രനായ ഈശോ മിശിഹ തന്റെ മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ വിമോചനം നൽകിയതിന്റെ ഓർമ്മയാണ് ഈ ആദിമസഭയിൽ ഈ ദിവസം തന്നെ, നീസാൻ 14-ാം തീയതി തന്നെ ആദിമ ക്രൈസ്തവരും ആഘോഷിച്ചിരുന്നത്. അന്ധകാരമില്ലാത്ത ആ ദിവസം, അത് ആ 24 മണിക്കൂറും സൂചിപ്പിച്ചിരുന്നത് അതിനെയായിരുന്നു. പിന്നീട് നീസാൻ മാസം 14 എന്നുള്ളത് യഹൂദരുടെ ആചാരത്തിൽ നിന്ന് മാറ്റി നിഖ്യാ സൂര്യദോസോടുകൂടിയാണ് മാർച്ച് മാസം 21-ാം തീയതി വരുന്ന, മാർച്ചിന് 21 ശേഷമുള്ള പൂർണ്ണ ചന്ദ്രദിനത്തില്, വെളുത്തവാവ് ദിവസത്തിന് ശേഷമുള്ള ഞായറാഴ്ചയിലേക്ക് ഉത്ഥാനത്തിന്റെ ആഘോഷം മാറ്റുന്നത്. കാരണം അതുവരെ നിഖ്യാ സൂര്യദോസ് വരെ നീസാൻ മാസം 14-ാം തീയതി ആഴ്ചയുടെ ഏത് ദിവസമായാലും അന്ന് ഉയിർപ്പ് ആഘോഷിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഈശോ ഉത്ഥാനം ചെയ്തത് സുവിശേഷ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസമായ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച തന്നെ ഈശോയുടെ തിരുനാൾ, ഉത്ഥാന തിരുനാൾ, ഏറ്റവും തിരുനാളുകളുടെ തിരുനാളായിട്ടുള്ള ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് സഭ തീരുമാനിക്കുന്നത് നിഖ്യാ സൂര്യദോസോടുകൂടിയാണ്. മാർച്ച് 21 പ്രത്യേകത എക്വിനോ അഥവാ സമരാത്രി എന്നറിയപ്പെടുന്ന ഈ ദിവസം, മാർച്ച് 21 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്നതും രാത്രിയും പകലും തുല്യമായി വരുന്നതും. സൃഷ്ടിയുടെ ആരംഭത്തില് ഇപ്രകാരമായിരുന്നുവെന്നാണ് പൊതുവായ വിശ്വാസം. രാവും പകലും തുല്യമായിരുന്നു. ഇത് നഷ്ടമായ ഈ സന്തുലിതാവസ്ഥ, മനുഷ്യവർഗത്തിന്റെ അനുസരണക്കേട് മൂലം പ്രകൃതിക്ക് തന്നെ സംഭവിച്ച ഈ അസന്തുലിതാവസ്ഥ, രണ്ടാമാദമായ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്നതിലൂടെ, ആ പുതിയ സൃഷ്ടിയിലൂടെ ഈശോ ഈ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുകയായിരുന്നു, പുനരുദ്ധരിക്കുകയായിരുന്നു. ആ അർത്ഥത്തിലാണ് തുല്യമായിട്ട് വരുന്ന, രാവും പകലും തുല്യമായി വരുന്ന ഈ മാർച്ച് 21-ാം തീയതിക്ക് ശേഷമുള്ള ഞായറാഴ്ചയിലേക്ക് ഈശോയുടെ ഉയിർപ്പ് തിരുനാള് മാറ്റുന്നതിന്, ആഘോഷിച്ചു തുടങ്ങുന്നതിന് കാരണമായി തീർന്നത്. കർത്താവിന്റെ ഉത്ഥാനം യഥാർത്ഥത്തില് സ്ലീവായുടെ വിജയഗാഥയാണ്. കുരിശ് പരാജയത്തിന്റെ ഒരു അടയാളമല്ല, മറിച്ച് ഈശോയുടെ മരണത്തോടുകൂടി അഥവാ ഈശോയുടെ ഉത്ഥാനത്തോടുകൂടി സ്ലീവ ഒരു വലിയ രക്ഷയുടെ, ദൈവിക ശക്തിയുടെ അടയാളമായി മാറി.
അതുകൊണ്ടാണല്ലോ വിശ്വസിക്കുന്നവരായ നമ്മെ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ശ്രീവായുടെ വചനം ഭോഷത്വമാണ് എന്നും രക്ഷയുടെ മാർഗത്തിൽ ചരിക്കുന്ന നമ്മെ സംബന്ധിച്ച് അത് ദൈവത്തിന്റെ വലിയ ശക്തിയാണ് എന്നും പൗലോസ്ലീഹ കൊരിന്തോസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്യുന്ന ഈശോ ഈ വലിയ ശക്തി പ്രകാശിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യഹൂദ നേതൃത്വം ഈശോയെ കല്ലറയിൽ ഭദ്രമായി സംസ്കരിച്ച് മുദ്രവെച്ച് കാവലേർപ്പെടുത്തുമ്പോൾ എന്നേക്കുമായിട്ട് മെശിഹായെ ഭൂമുഖത്തു നിന്ന് അവിടുത്തെ കുറിച്ചുള്ള ഓർമ്മ പോലും നശിപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ ഈശോ തന്റെ ഉത്ഥാനത്തിലൂടെ എന്നേക്കും ജീവിക്കുന്നവനായിട്ട് വീണ്ടും പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ യഹൂദരുടെ ആ ഒരു മൂഢ സ്വപ്നത്തെ എപ്രകാരമാണ് ദൈവം തകിടം മറിച്ചത് എന്ന് വ്യക്തമാക്കുവാനാണ് അവര് കാവലേർപ്പെടുത്തി അതിനെ ഭദ്രമായി അടച്ചു വെച്ചിരുന്ന ആ കല്ലുരുട്ടി മാറ്റി അതിന്മേലാണ് ഉത്ഥാന വാർത്തയെ അറിയിക്കുന്ന ദൂതൻ ഇരിക്കുന്നതായി നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യ വായനയില് ഏഷ്യ നിവിയാടെ പുസ്തകം 60-ാം അധ്യായത്തില് നമ്മൾ ഇപ്രകാരം കേട്ടു: ഉണർന്ന് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ പ്രവചനമായിട്ടാണ് സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മിശിഹ ഉദിച്ചിരിക്കുന്നു. അവിടുത്തെ മനുഷ്യാവതാരത്തെ തന്നെ ഉയരത്തിൽ നിന്നുള്ള ഉദയസൂര്യന്റെ സന്ദർശനമായിട്ട് സുവിശേഷകൻ അവതരിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് സഭ നമ്മോട് പറയുകയാണ്, ഇതാ എന്നേക്കുമായുള്ള ആ നീതിസൂര്യന്റെ ഉദയം ഉത്ഥാനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നുവെന്ന്. രണ്ടാമത്തെ വായനയില് സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കേട്ടു, കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനാണ്. ഇപ്രകാരം മിശിഹായുടെ ഉത്ഥാനത്തിലൂടെ ദൈവം നൽകുന്ന ആ വലിയ സന്തോഷത്തെ അലക്സാണ്ട്രിയയിലെ സിറിൽ സഭാപിതാവ് പുതുജീവനിലേക്ക് പ്രവേശിപ്പിച്ച ഈശോയുടെ ഉത്ഥാനം നൽകുന്ന വസന്തകാലമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ മാർച്ച് മാസം വരുന്നത് തന്നെ വസന്തകാലത്താണല്ലോ. അതുകൊണ്ടാണ് ഗ്രിഗറി നസിയാൻസൻ പറയുന്നത്, ഈശോയുടെ ഉത്ഥാനം പ്രാപഞ്ചിക വസന്തമാണ്, ആധ്യാത്മിക വസന്തമാണ്, ആത്മീയ വസന്തമാണ്, ശരീരത്തിന്റെ വസന്തമാണ് എന്ന്. കാഴ്ചയിലുള്ളതെങ്കിലും കാഴ്ചയ്ക്ക് അതീതമായ വസന്തമാണ് ഈശോയുടെ ഉത്ഥാനമെന്നാണ് ഗ്രിഗറി നസിയാൻസൻ പറയുക. ഈശോയുടെ ഉത്ഥാനം അത് വലിയ സന്തോഷത്തിന്റെ, വലിയ ആനന്ദത്തിന്റെ വസന്തകാലമാണ്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ആശംസിക്കുന്നത് ഈ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ആശംസകളാണ്. കാരണം തന്റെ ഉത്ഥാനത്തിലൂടെ അവിടുന്ന് സാധിച്ചത് ഈ സമാധാനമായി അവിടുന്ന് തീർന്നു എന്നുള്ളതായിരുന്നു. പൗലോസ്ലീഹ എഫേസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ, തന്റെ ശ്രീവായിലൂടെ അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയായിരുന്നു. മനുഷ്യവർഗത്തെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയാണ് ഒരു വശം ചെയ്തതെങ്കിൽ മനുഷ്യനെ തമ്മിലും മനുഷ്യനെ പ്രകൃതിയോടും അവിടുന്ന് അനുരഞ്ജിപ്പിക്കുകയായിരുന്നു തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ. ശ്രീവായിലൂടെ അവിടുന്ന് മരണത്തെയും പാപത്തെയും കീഴടക്കിയപ്പോൾ മരണം കൊണ്ട് തന്നെ അവിടുന്ന് കീഴടക്കുകയായിരുന്നു. മരണത്തെ കീഴടക്കുവാൻ വേണ്ടി അവിടുന്ന് മരണത്തിന് വിധേയനായി മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉത്ഥാനം ചെയ്തു. ഇപ്രകാരം ഉത്ഥാനം ചെയ്ത ഈശോ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ നിത്യം നിലനിൽക്കുന്ന ഈ സമാധാനം ലോകം നൽകുന്നത് പോലെ അല്ല അവിടുത്തെ സമാധാനം എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നൽകുന്ന നിത്യം നിലനിൽക്കുന്ന ശാശ്വതമായ ഈ സമാധാനം, അതാണ് അവിടത്തേക്ക് നമുക്ക് ഉത്ഥാനം ചെയ്ത ഈശോ കണ്ടുമുട്ടിയവർക്കെല്ലാം ആശംസിച്ചത് ഈ സമാധാനമാണ്. ഈ പുതുജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ച, ഉത്ഥാനത്തിന്റെ ജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിച്ച ഈ തിരുനാളിന്റെ ആഘോഷം നമുക്കും ഈ തിരുനാൾ നൽകുന്ന, തിരുനാളുകളുടെ തിരുനാളായ ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്ന ഈ സന്തോഷവും ആനന്ദവും, ആ പുതുജീവന്റെ സന്തോഷം, ആ പുതുജീവന്റെ സമാധാനം, അത് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും എന്നും നിലനിൽക്കുവാനിടയാകട്ടെ. മിശിഹ നൽകുന്ന ഈ പുതിയ ജീവനില്, മാമോദീസായിലൂടെ നമ്മൾ പങ്കുചേർന്നിരിക്കുന്ന ഈ പുതിയ ജീവനില് ജീവിക്കുവാൻ, ഇതിനനുസൃതമായ, ഈ വിളിക്കനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ, ഉയിർപ്പിന്റെ മക്കളായിട്ട് ജീവിക്കുവാൻ, ഉത്ഥാനത്തിന്റെ പ്രകാശം പരത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.